തലസ്ഥാനത്ത് ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഭരണം ബി ജെ പിക്ക് നഷ്ടമാകും. കാപ്പ കേസിൽ അകത്തു കിടക്കുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ ബി ജെ പിക്ക് വിനയായി മാറിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് തടിയൂരി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സുഗതന് ഹാജരാവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ ഹാജരാകാതിരുന്നാൽ സ്വാഭാവികമായും ആ കൗൺസിലർ അയോഗ്യനാകും. നേരിയ ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ തലനാരികയ്ക്കാണ് ബി ജെ പി തലസ്ഥാനത്ത് ഭരണം നിലനിർത്തുന്നത്. ഈ സാഹചര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചൊരു നീക്കം നടത്തിയാൽ ബി ജെ പി ഭരണം അവസാനിക്കും. കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതന് അടുത്തൊന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാപ്പ കേസ് ചില്ലറയല്ല. സുഗതന് മേൽ ചുമത്തപ്പെട്ട കാപ്പ കേസ് 6 വധശ്രമ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. നിരവധി കേസിൽ 19ഓളം കേസിൽ പ്രതിയാണ് സുഗതൻ. സുഗതൻ മുമ്പ് ഓട്ടോ ഡ്രൈവറായിരുന്നു നഗരത്തിൽ. പിന്നീട് സുഗതൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. മണൽ മാഫിയ അടക്കമുള്ള ലോബികളുമായി ബന്ധപ്പെട്ട്, ബ്ലേഡ് മാഫിയ അടക്കമുള്ള ലോബികളുമായി ബന്ധപ്പെട്ട് സുഗതൻ വളർന്നങ്ങ് പന്തലിച്ചു. പിന്നീട് സുഗതൻ ബി ജെ പിയിലെത്തി, ആർ എസ് എസിലെത്തി. ആർ എസ് എസിന് വാഴോട്ടുകോണത്ത് ഒരു കരുത്തനായ നേതാവിനെ, അല്പം തടിമിടുക്കുള്ള ഒരുത്തനെ വേണമായിരുന്നു. സുഗതനെ പിടിച്ച് നേതാവാക്കി. സുഗതൻ ഇപ്പോൾ കൗൺസിലറാണ് വാഴോട്ടുകോണത്ത്. കഴിഞ്ഞ തവണ സുഗതൻ ജയിച്ചത് അത്ഭുതമാണ്. കാരണം സി പി എമ്മിനവിടെ റബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. റബൽ സ്ഥാനാർത്ഥിയുടെ ബലത്തിലാണ് സുഗതൻ ജയിച്ചു കയറിയത്. ജയിച്ചതിന് ശേഷം കൗൺസിലറായ ശേഷം വീണ്ടും സുഗതൻ കേസിൽ അകപ്പെട്ടു. അതോടുകൂടിയാണ് സുഗതനെതിരെ കാപ്പ ചുമത്തിയത്. കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതൻ തിരുവനന്തപുരം നെടുമങ്ങാട് കോടതിയിൽ എത്തിയപ്പോൾ നടത്തിയ നാടകീയ രംഗങ്ങൾ ജനങ്ങൾ കണ്ടു. തനി ക്രിമിനലാണ്, പക്കാ ക്രിമിനലാണ് താനെന്ന് സുഗതൻ തെളിയിച്ചു. എന്തായാലും സുഗതൻ ഇപ്പോൾ ബി ജെ പിക്ക് വിനയായി മാറിയിരിക്കുന്നു. നഗരസഭയിൽ കേവല ഭൂരിപക്ഷം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്. സുഗതൻ ഇന്നുകൂടി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ സ്വാഭാവികമായും അയോഗ്യനായി കഴിഞ്ഞാൽ കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ചൊരു നീക്കം നടത്തും എന്നുള്ളതും ഉറപ്പാണ്. പണി കൊടുക്കാൻ തരം നോക്കി ഇരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും. എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് എസ് പി ദീപക് ചില്ലറക്കാരനല്ല. എസ് പി ദീപക് ശക്തനായ നേതാവാണ്. എസ് പി ദീപക് ബുദ്ധിമാനാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ്, യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ശബരിനാഥന് ബി ജെ പിയോട് ഒരുപാട് പകയുണ്ട്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ശബരിനാഥനെ ബി ജെ പിയുടെ കൗൺസിലർ ചെമ്പഴന്തി ഉദയനെ മർദ്ദിക്കാൻ ശ്രമിച്ചതും വനിതാ കൗൺസിലർമാർ ചെമ്പഴന്തി ഉദയനെ പഞ്ഞിക്കിട്ടതും ഒക്കെ വലിയ വിഷ്വലുകളായി ചാനലുകളിൽ വന്നു. പ്രൊജക്ട് കേരള അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് ബി ജെ പി ഭരണം ആറ്റുനോറ്റ് കിട്ടിയ ബി ജെ പി ഭരണം അവസാനിക്കുകയാണ്. ആർ സുഗതൻ ഇന്നും കൗൺസിൽ യോഗത്തിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ 3ാമതും കൗൺസിൽ യോഗത്തിൽ എത്താതിരുന്നാൽ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം സുഗതൻ അയോഗ്യനാക്കപ്പെടും. എന്തായാലും മേയർ വി രാജേഷ് എയറിലാണ്. ആറ്റുനോറ്റ് കിട്ടിയ ഭരണമാണ് തലസ്ഥാനത്ത് ബി ജെ പിക്ക്. ആ ഭരണത്തിൻ്റെ ബലത്തിൽ പരമാവധി തലസ്ഥാനത്ത് സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ പി. അതൊക്കെ ഇപ്പോൾ വ്യർത്ഥമായി മാറുകയാണ്. ഞങ്ങളെന്നേ പറഞ്ഞിരുന്നു ഇത് വലിയ കാലം പോവില്ല എന്ന്. ഞങ്ങളെന്നേ പറഞ്ഞിരുന്നു ഈ ഭരണം പോവില്ല എന്ന്. ബി ജെ പി തലസ്ഥാനത്തെ കോർപ്പറേഷൻ RSS കാര്യാലയമാക്കി മാറ്റി. ശിവൻകുട്ടി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മുൻ മന്ത്രി വി ശിവൻകുട്ടി, മുൻ മേയർ കൂടിയായ വി ശിവൻകുട്ടി. ഈ സുഗതൻ RSS ക്രിമിനലുകളെ ഒളിപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിനകത്താണ് എന്നാണ് ഗുരുതരമായ ആരോപണം ശിവൻകുട്ടി ഉന്നയിച്ചത്. മാത്രമല്ല സുഗതൻ RSS കാര്യാലയത്തിനുള്ളിൽ, കോർപ്പറേഷനുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും ശിവൻകുട്ടി ഉന്നയിച്ചിരുന്നു. എന്തായാലും ബി ജെ പി ഭരണത്തിൻ്റെ ആയുസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീർന്നിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി വീഴുന്നു. സുഗതൻ കൗൺസിൽ യോഗത്തിൽ എത്തിയിട്ടില്ല. സുഗതൻ കൗൺസിൽ യോഗത്തിൽ എത്താത്തതോടുകൂടി ബി ജെ പിയുടെ കാര്യം വലിയ ഗതികേടിലാണ്. ഒരു നൂൽപ്പാലത്തിലൂടെയായിരുന്നു
ബി ജെ പി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ നൂൽപ്പാലം പൊട്ടിയിരിക്കുന്നു. ബി ജെ പി താഴെ.